അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ് ഉമർ. അന്ന് മക്കയിൽ മദീനയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ശക്തവാന്മാരായ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. സഅദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ തന്നെ കരുത്തനായ ധൈര്യമുള്ള ഒരു മനുഷ്യനാണ്. അമവി ഭരണാധികാരികളിൽ ചില ഭരണാധികാരികളെ കാണാം. കുതിരപ്പുറത്ത് കയറുന്നതിന് മുമ്പ് 2 കാലുകളും മരത്തിൽ കെട്ടി ഓടിവരുന്ന കുതിരപ്പുറത്തേക്ക് മരമടക്കം ചാടിക്കയറുന്ന ഒരു മരത്തെ കടപുഴക്കുവാൻ മാത്രം കരുത്തരായ ഭരണാധികാരികൾ അമവി ഭരണാധികാരികളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കരുത്ത് ഈമാനിന്റെ കരുത്താണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് ഒരുപാട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ പഠിക്കാനുണ്ട്. അബൂ ഹഫ്സ് ഉമർ ഇബ്നുൽ ഖത്താബ് അൽ ഖുറൈശി. അദ്ദേഹം ഖുറൈശിയാണ്. ഹിജ്റയുടെ 40 വർഷം മുമ്പാണ് അദ്ദേഹത്തിന്റെ ജനനം. നല്ല പൊക്കമുള്ള, നല്ല ആരോഗ്യമുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പൊക്കം ചരിത്രത്തിൽ കാണാം. കുതിരപ്പുറത്തേക്ക് കയറിയിരിക്കാൻ, ചാടിക്കയറുന്നതിന് പകരം നേരെ ഇരിക്കാൻ കഴിയുന്ന രൂപത്തിൽ അത്രയും പൊക്കമുള്ള, ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അറബികളുടെ ഇടയിൽ കുതിരപ്പുറത്ത് ഒരാൾ ചാടിക്കയറുന്നു എന്നുള്ളത് തന്നെ വലിയ ധീരതയാണ്. എന്നാൽ ഓടിവരുന്ന കുതിരപ്പുറത്തേക്ക് നിഷ്പ്രയാസം കയറാൻ കഴിയുന്ന അത്രയും കരുത്തുള്ള വ്യക്തിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ. ഏറ്റവും മുൻഗണനയുള്ളത് ഇസ്ലാമിൽ അദ്ദേഹം പ്രതാപം കണ്ടു എന്നുള്ളതാണ്. ഇസ്ലാം ആയിരുന്നു അദ്ദേഹത്തിന്റെ ഇസ്സത്ത്. ഇന്ന് മുസ്ലിം സമൂഹത്തിന് നഷ്ടപ്പെട്ട പ്രതാപം മുസ്ലിം ഉമ്മത്ത് എന്തുകൊണ്ട് അപജയം നേരിടുന്നു എന്ന് ചോദിച്ചാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലുണ്ട് അതിനുള്ള മറുപടി. ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ ഇസ്സത്ത് മുസ്ലിം സമുദായം കൈവിട്ടുവോ അന്നെല്ലാം മുസ്ലിം സമൂഹം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഗ്ദാനമായിരുന്നു 2 തവണ ബൈത്തുൽ മുഖദ്ദസ് വിജയിച്ചടക്കുമെന്ന്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിലും സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ പടയോട്ടത്തിലും മുസ്ലിങ്ങളുടെ വികാരമായ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾ തിരിച്ചു പിടിക്കുന്നുണ്ട്. ക്രൈസ്തവർ, അന്ന് ജീവിച്ചിരുന്ന നസ്രാണികൾ അവർ കീഴടങ്ങുകയും, പക്ഷേ അവർക്കൊരു അപേക്ഷയുണ്ടായിരുന്നു. ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോൽ നൽകാൻ ഒരുക്കമാണ്. പക്ഷെ ആരാണ് ഉമർ? റോമിനെയും പേർഷ്യയെയും പിടിച്ചു കുലുക്കാൻ മാത്രം ശക്തിയുള്ള ആ ഉമർ എന്ന ഭരണാധികാരിയുടെ കൈകളിൽ മാത്രമേ ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോൽ നൽകുകയുള്ളൂ. ആദം നബി അലൈഹിസ്സലാമിന്റെ കാലത്തോളം പഴക്കമുണ്ട് ബൈത്തുൽ മുഖദ്ദസിന്. ഒരുപാട് പ്രവാചകന്മാരുടെ പുണ്യപാദങ്ങൾ പതിഞ്ഞ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വികാരമായ ബൈത്തുൽ മുഖദ്ദസ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് അബൂ ഉബൈദത്തുൽ ജർറാഹ് ഒരു കത്ത് അയക്കുകയാണ്. ഉമർ, താങ്കൾ വരികയാണെങ്കിൽ മാത്രമാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോൽ കൈമാറുക. ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് നിങ്ങളോട് ഫലസ്തീനിലേക്ക് വരണമെന്നാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു വൃത്തിനെയും കൂട്ടിയാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്രയായത്. ഒരു കഴുതപ്പുറത്ത് ഭൃത്യനും ഉമറും. ഉമർ റളിയല്ലാഹു തആല അൻഹുയുടെ ഊഴമെത്തിയാൽ അദ്ദേഹം കഴുതപ്പുറത്തിരിക്കും. ഭൃത്യന്റെ ഊഴമെത്തിയാൽ ഭൃത്യൻ കഴുതപ്പുറത്ത് കയറും. ഉമർ റളിയല്ലാഹു തആല അൻഹു താഴെ നടന്നുകൊണ്ട് പോകും. ബൈത്തുൽ മുഖദ്ദസിന്റെ അരികിലെത്തിയപ്പോൾ ഭൃത്യന്റെ ഊഴമാണ്, ഭൃത്യനാണ് കഴുതപ്പുറത്ത്. നടന്നു വരികയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ബൈത്തുൽ മുഖദ്ദസിന്റെ തൊട്ടുമുന്നിൽ ഒരു ചെറിയ തടാകമുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു ധരിച്ചിട്ടുള്ള കുഫ, അത് വെള്ളം തട്ടിയാൽ ദുർഗന്ധം വമിക്കുന്നതാണ്. തോലുകൊണ്ടുള്ള ചെരുപ്പ്, വല്ലാത്ത ദുർഗന്ധം വരാൻ സാധ്യതയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ആ തടാകത്തിന്റെ അരികിൽ എത്തിയപ്പോൾ കാലിലെ 2 കുഫയും ഊരി അത് രണ്ടും കൂടി കൂട്ടിക്കെട്ടി കഴുത്തിൽ കെട്ടി. കുഫ കഴുത്തിൽ ചാർത്തി കാൽനടയായി, ചെരുപ്പില്ലാതെ കാൽനടയായി നടന്നു വരുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു കൂടി നിന്ന ക്രിസ്ത്യാനികളായ ആളുകൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂ ഉബൈദ, ആ കഴുതപ്പുറത്തിരിക്കുന്ന മനുഷ്യനാണോ റോമിനെയും പേർഷ്യയെയും പിടിച്ചു കുലുക്കിയ ഉമർ? ആ കഴുതപ്പുറത്തിരിക്കുന്ന മനുഷ്യനെയാണോ ഉമർ എന്ന് നിങ്ങൾ വിളിക്കുന്നത്?
അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു മറുപടി നൽകി, കഴുതപ്പുറത്തിരിക്കുന്നത് ഉമറിന്റെ ഭൃത്യനാണ്. കാൽനടയായി 2 കുഫകളും കഴുത്തിൽ തൂക്കി നടന്നുവരുന്ന 14ലധികം കഷ്ണങ്ങൾ വെച്ച കമീസ് ധരിച്ച് നടന്നുവരുന്ന ആ മനുഷ്യനാണ് ഞങ്ങളുടെ ഉമർ. അദ്ദേഹം സ്വഹാബാക്കളുടെ അരികിലെത്തിയപ്പോൾ ചില സഹാബാക്കൾ പറഞ്ഞു, അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹ ആ കൂട്ടത്തിലുണ്ട്. ഉമറെ, അല്പം നല്ലൊരു വസ്ത്രത്തിൽ, ഒരു നല്ല കോലത്തിൽ ഇവിടേക്ക് വരാൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ? ഇസ്ലാമിന്റെ പ്രതിനിധിയായിട്ടല്ലേ താങ്കളെ നിങ്ങൾ വന്നിട്ടുള്ളത്? ഒരു നല്ലൊരു കുപ്പായം ധരിച്ചുകൂടായിരുന്നോ? അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ള മറുപടി, ലൗ കാന ഗൈറക യാ അബാ ഉബൈദ നജഅൽതഹു ലഖാലൻ ലി അസ്ഹാബി റസൂലില്ലാഹ്. അബൂ ഉബൈദ, നിങ്ങളല്ലാത്ത മറ്റൊരാളാണ് ഇത് എന്നോട് പറഞ്ഞതെങ്കിൽ മുഴുവൻ സഹാബാക്കൾക്കും താക്കീതാകുന്ന രൂപത്തിൽ ഞാൻ അവരെ ശിക്ഷിക്കുമായിരുന്നു. അബൂ ഉബൈദയാണ് പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ ഉമ്മത്തിലെ അമീൻ. മറ്റൊരാളുടെ നാവിൽ നിന്നാണ് ഞാൻ ഇത് കേട്ടിരുന്നുവെങ്കിൽ മുഴുവൻ സഹാബത്തിനും താക്കീതാകുന്ന രൂപത്തിൽ ഞാൻ അവരെ ശിക്ഷിക്കുമായിരുന്നു. അതിനുശേഷം സഹാബത്തിനെ വിളിച്ചുകൂട്ടി ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം ധരിച്ചിട്ടുള്ളത് മുട്ടിനു താഴെ കണങ്കാലിന്റെ മധ്യത്തിൽ എത്തി നിൽക്കുന്ന വസ്ത്രമാണ്. നെഞ്ചുവരെ നീണ്ടു നിൽക്കുന്ന താടിയാണ്. 2 ചുമലുകൾക്കിടയിൽ പാറിക്കളിക്കുന്ന താടിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്. ഉമർ റളിയല്ലാഹു തആല അൻഹു സഹാബത്തിനെ വിളിച്ചുകൂട്ടി, കോലം കണ്ടോ? എന്റെ രൂപം കണ്ടോ? നഹ്നു ഖൗമുൻ, സ്വഹാബ നിങ്ങളറിയണം, നമ്മളൊരു ജനതയാണ്. അഹ്സനല്ലാഹു ബിൽ ഇസ്ലാം, നമുക്കെന്തെല്ലാം പ്രതാപങ്ങളുണ്ടോ, എന്തെല്ലാം ഇസ്സത്തുണ്ടോ, ആ ഇസ്സത്ത് മുഴുവൻ നൽകിയത് ഇസ്ലാമാണ്. നമ്മുടെ ഇസ്സത്ത് കണങ്കാലിന്റെ മധ്യത്തിൽ നിൽക്കുന്ന വസ്ത്രമാണ്. മുസ്ലിമിന്റെ ഇസ്സത്ത് പാറിക്കളിക്കുന്ന താടി രോമങ്ങളിലാണ്. മുസ്ലിമിന്റെ ഇസ്സത്ത് ഇസ്ലാമിന്റെ വേഷത്തിലും ഇസ്ലാമിന്റെ കോലത്തിലുമാണ്. ഇസ്ലാമിന്റേതല്ലാത്തൊരു പ്രതാപം നിങ്ങൾ തേടിയാൽ അള്ളാഹു നിങ്ങളെ നിന്ദ്യരാക്കി കളയും. ഇസ്ലാമിന്റെ വേഷത്തിലാണ് മുസ്ലിമിന്റെ ഇസ്സത്ത്. ഇന്ന് മുസ്ലിം സമൂഹം മുഴുവൻ ഇസ്ലാമിന്റെ വേഷത്തെയും ഇസ്ലാമിന്റെ കോലത്തെയും അടിയെഴുതി കൊടുത്തുകൊണ്ട് യൂറോപ്പിന്റെ സംസ്കാരത്തേക്ക് മാറാനുള്ള വെമ്പലിലാണ്. സഹാബ വനിതകളുടെ വസ്ത്രം, ആ വസ്ത്രവുമായി ഞങ്ങൾക്ക് ബന്ധമില്ല. ഞങ്ങൾക്കിഷ്ടം യൂറോപ്യന്റെ വസ്ത്രവും യൂറോപ്യന്റെ കോലവും യൂറോപ്യന്റെ സംസ്കാരവും ഇസ്ലാമിന്റെ വേഷവുമായി ഇസ്ലാമിന്റെ രൂപവുമായി ഇസ്ലാമിന്റെ താടിയുമായി മുസ്ലിം ഉമ്മത്തിന് ബന്ധമില്ല. ഏതൊരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ കോലമല്ലാത്ത വസ്ത്രത്തിലും ഇസ്ലാമല്ലാത്ത വസ്ത്രത്തിലും കോലത്തിലും മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് കാണുന്നുവോ, ആ ജനതയെ അല്ലാഹു തആല താഴ്ത്തിക്കളയും. എന്നും മുസ്ലിം ഉമ്മത്ത് ഇസ്ലാമിന്റെ വേഷത്തിൽ ഇസ്സത്ത് കാണുന്നുവോ, അഹ്സനല്ലാഹ്, അപ്പോൾ അല്ലാഹു ഇസ്സത്ത് നൽകും. ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിക്കുകയാണ്, സ്വീകാര്യത കിട്ടാൻ വേണ്ടി ഇസ്ലാമിന്റെ വേഷത്തെ തള്ളിപ്പറയരുത്. ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ മുഴുവൻ സ്വീകരിക്കണം. ആളുകൾക്ക് മുഴുവൻ ഇസ്ലാമിന്റെ വസ്ത്രം ഒരു പ്രാകൃതമാണ്. മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രം ഒരു അടിമത്തമാണെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തീരെഴുതി കൊടുത്തുകൊണ്ട് മറ്റു വല്ലവരുടെയും വസ്ത്ര സംസ്കാരത്തിലേക്ക് മാറിപ്പോവേണ്ടവനല്ല മുസ്ലിം. ഇസ്ലാമിന്റെ വസ്ത്രത്തിൽ ഇസ്സത്ത് കാണുവാൻ സാധിക്കണം. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇസ്സത്ത് കണ്ടത് ഇസ്ലാമിന്റെ വസ്ത്രത്തിലായിരുന്നു. റോം പിടിച്ചടക്കി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, 1400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യ എന്ന നാട് ഒട്ടകത്തെ മേച്ച് നടക്കുന്ന, ഒട്ടകക്കൂട്ടങ്ങളുമായി നടക്കുന്ന ഒരു കൂട്ടം പ്രാകൃതരായ അറബികൾ, മരുഭൂമി പോലെ വരണ്ട ഹൃദയമുള്ള ഒരു കൂട്ടം ജനത. അന്ന് റോമുണ്ട്, അന്ന് പേർഷ്യയുണ്ട്. ലോകത്തിലെ വൻകിട ശക്തികളായി റോമും പേർഷ്യയും നിലനിൽക്കുന്നു. ചൈനയിൽ അന്ന് സിസേറിയൻ പ്രസവം പോലുമുണ്ട്. ആ കാലഘട്ടത്തിൽ അളച്ചു നടന്ന ഒരു ജനത റോമിനെ പിടിച്ചുകുലുക്കി, പേർഷ്യയെ പിടിച്ചുകുലുക്കി. അന്നുണ്ടായിരുന്ന പേർഷ്യയുടെ കുർമുസാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടി അറേബ്യയിലേക്ക് എത്തുകയാണ്. പേർഷ്യയെ ആക്രമിക്കരുത്, പേർഷ്യയെ ഒരു യുദ്ധത്തിന് വേണ്ടി സന്ധി സംഭാഷണം നടത്താൻ വേണ്ടി. അതേ യുദ്ധത്തിന് മുമ്പ് ഒരു സന്ധി സന്ദേശം നടത്തുവാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു തന്നെ തിരഞ്ഞുകൊണ്ടാണ് വരുന്നത്. അയാൾ അവിടെ എത്തി. അയാൾക്കറിയേണ്ടത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൊട്ടാരം എവിടെയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൊട്ടാരമാണ് അറിയേണ്ടത്.
മദീനക്കാരോട് ചോദിച്ചു, എല്ലാ റോം പിടിച്ചടക്കിയ ഉമറിന്റെ കൊട്ടാരം എവിടെ? മദീനക്കാർക്ക് ഉമറിന്റെ കൊട്ടാരം അറിയുകയില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു ചെറ്റക്കുടിലുണ്ട്, അതേ ജനങ്ങൾക്കറിയുകയുള്ളൂ. ആ ചെറ്റക്കുടിലെ മദീനക്കാർക്ക് അറിയുകയുള്ളൂ. മദീനക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഉമറിന്റെ കൊട്ടാരം അറിയില്ല. ഉമർ എന്ന ഭരണാധികാരിക്ക് ഒരു കുടിലുണ്ട്, ആ കുടിലേക്കുള്ള വഴി കാണിച്ചു തരാം. മദീനയിലെ വഴിയോരങ്ങളിലൂടെ നടന്നുപോയി. ചളി കൊണ്ട് തേച്ച, ഈത്തപ്പന ഓല കൊണ്ട് മേഞ്ഞ ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ കൊട്ടാരത്തിലെ അദ്ദേഹത്തിന്റെ റൂമിൽ ചെന്ന് വാതിൽ മുട്ടി. മറുപടി കിട്ടി. അദ്ദേഹം പള്ളിയിലാണ്. പള്ളിയിലേക്ക് ചെന്നപ്പോൾ നിസ്കാരം കഴിഞ്ഞ് ഇബാദത്തുകളെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട്. കുറച്ചു കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. ആ കളിക്കുന്ന കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ ഭരണാധികാരിയെ കണ്ടിട്ടുണ്ടോ? അവർ പറഞ്ഞു, ആ മരത്തിന്റെ ചുവട്ടിൽ നേരത്തെ അവിടെ കിടക്കുന്നത് ഞങ്ങൾ കണ്ടിരുന്നു. ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്നത് ഞങ്ങൾ കണ്ടിരുന്നു. ചെന്ന് നോക്കിക്കോളൂ, ചിലപ്പോൾ നിങ്ങൾക്ക് കാണാം. അവർ ചെന്നു നോക്കിയപ്പോൾ പാറാവുകാരില്ല, അംഗഭടന്മാരില്ല, ചുറ്റും കൂടി നിൽക്കുന്ന ആൾബലമില്ല. ഒരു തുണിയെടുത്ത് കൈത്തലയണയാക്കി ഒരു മരത്തിന്റെ ശീതളഛായയിൽ മണ്ണിൽ കിടന്നുറങ്ങുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരൽപ്പനേരം പേർഷ്യയിലെ രാജാക്കന്മാരെ കണ്ട് കണ്ണുകളിൽ ആ ചിത്രങ്ങൾ നിഴലിച്ചു നിൽക്കുന്ന ഹുർമുസാൻ ഉമർ റളിയല്ലാഹു തആല അൻഹു കിടക്കുന്ന ആ രംഗം നോക്കി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഒരു പണക്കാരന് പോലും ഇങ്ങനെ കിടന്നുറങ്ങാൻ ഉള്ള ധൈര്യം വരികയില്ല. രാജാവ് പോയിട്ട് ഒരു ധനികന് പോലും ഇങ്ങനെ കിടന്നുറങ്ങാനുള്ള ധൈര്യം വരില്ല. താങ്കളുടെ ജീവിതം നീതിയായിരുന്നു ഉമർ, അതുകൊണ്ടുതന്നെ നിർഭയത്വത്തോടുകൂടെ കിടന്നുറങ്ങുകയാണ് താങ്കൾ എന്ന് പറഞ്ഞു. ഇസ്ലാമിന്റെ ഇസ്സത്തിന്റെ ചരിത്രമറിയണോ നിങ്ങൾ? ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പഠിക്കുക. നീതിയുടെ ചരിത്രങ്ങൾ മുസ്ലിം ഉമ്മത്തിന് അറിയണോ? ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ പഠിക്കുക. അദ്ദേഹം ഒരിക്കൽ സൂറ അംഗങ്ങളെ ഉണ്ടാക്കി. ഭരണാധികാരിയാണ് സ്വന്തം ഇഷ്ടപ്രകാരമല്ല കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു പ്രത്യേക ശൂറ വിഭാഗം, അതിൽ കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകത, അന്ന് നിലവിലുണ്ടായിരുന്ന ഏത് സംവിധാനത്തിലും അദ്ദേഹം തിരഞ്ഞെടുത്തത് ഖുർആഉകളെ മാത്രമാണ്. ദീനുമായി ബന്ധമുള്ള, ഖുർആനിലും ഇൽമിലും ബന്ധമുള്ള ആളുകളെ മാത്രമാണ്. അധികാരത്തിൽ, അത് സൈന്യത്തിലാവട്ടെ, പള്ളിയുടെ ഉത്തരവാദിത്വത്തിലാവട്ടെ, ഏതെല്ലാം മേഖലകളുണ്ടോ രാജ്യവുമായി ബന്ധപ്പെട്ട മുഴുവൻ മേഖലകളിലും ദീനുള്ളവരെ മാത്രം തിരഞ്ഞെടുത്തു. ഖുർആനോദാൻ അറിയാത്ത, ഖുർആനിന്റെ തഫ്സീറുകൾ അറിയാത്ത ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണഘട്ടത്തിൽ രാജ്യത്തിന്റെ ഒരു മേഖലകളിലും കടന്നു വന്നിട്ടില്ല. എന്തുകൊണ്ടങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി, ഖുർആനിൽ ഇൽമില്ലാത്തവർ അധികാരത്തിൽ വന്നാൽ, ഖുർആനിന്റെ തഫ്സീറുകൾ അറിയാത്തവർ ഈ അധികാരത്തിൽ വന്നാൽ ഈ ഉമ്മത്തിന്റെ ഇടയിൽ ഫിത്നയാണ്. ഫിത്നയുടെ എല്ലാ വാതിലുകളും കൊട്ടിയടച്ചു ഉമർ റളിയല്ലാഹു തആല അൻഹു. മുഴുവൻ മേഖലകളിലും അദ്ദേഹം ഖുർആഉകളെ കൊണ്ടുവന്നു. ഇനി അതുപോലെ തന്നെ കൃത്യമായ സൂക്ഷ്മത ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകതയാണ്. സമ്പത്ത് കുമിഞ്ഞുകൂടിയ കാലഘട്ടമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടം. ബൈത്തുൽ മാൽ കുമിഞ്ഞുകൂടി. സകാത്ത് സ്വീകരിക്കാൻ ആളില്ലാത്ത അവസ്ഥ വരെ എത്തി. അന്ന് അറേബ്യയിലുള്ള മുഴുവൻ ആളുകളുടെയും ഒരു രജിസ്റ്റർ ഉമർ റളിയല്ലാഹു അൻഹു തയ്യാറാക്കി. മുഴുവൻ പ്രജകളുടെയും പേരുള്ള ഒരു രജിസ്റ്റർ ആദ്യമായി തയ്യാറാക്കിയത് ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ്. ജനങ്ങൾക്ക് പണം കൊടുക്കാൻ വേണ്ടി, സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് രജിസ്റ്റർ ഉണ്ടാക്കുന്നത്. ഒന്നാമതായി ഉമർ റളിയല്ലാഹു തആല അൻഹു തിരഞ്ഞെടുത്തത് അഹ്ലുബൈത്തിനെയാണ്. ആദ്യം അഹ്ലുബൈത്തിന്റെ പേരെഴുതി. രണ്ടാമത് മുഹാജിറുകളിൽപ്പെട്ട ബദരീങ്ങളുടെ പേരെഴുതി. മുഹാജിറുകളിൽപ്പെട്ട ഉഹദിൽ പങ്കെടുത്തവരുടെ പേര്, അൻസാറുകളുടെ പേരെഴുതി. അള്ളാഹു മുന്തിച്ചവരെ മുന്തിച്ചു, അള്ളാഹു പിന്തിച്ചവരെ പിന്തിച്ചു. എല്ലാവർക്കുമുള്ള ഓഹരി എഴുതിയപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ മകനാണ്, എല്ലാവർക്കും കൊടുക്കുന്നതിന്റെ പകുതി അവൻക്ക് കൊടുത്താൽ മതി എന്ന് എഴുതി. അപ്പോൾ അവർ ചോദിച്ചു, ഉമറെ, അബ്ദുല്ലാഹ് ഇബ്നു ഉമറും മുഹാജിറല്ലേ, മുഹാജിറുകളിൽപ്പെട്ട വ്യക്തിയല്ലേ? അപ്പോൾ ഒരു തുല്യമായ ശമ്പളമാണ് കൊടുക്കേണ്ടത്, തുല്യമായ പണമാണ് കൊടുക്കേണ്ടത്. എന്തിനാണ്? അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന് കുറച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, വാപ്പാന്റെ കൂടെയാണ് മകൻ ഹിജ്റ വന്നിട്ടുള്ളത്. മുഹാജിറാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, പക്ഷേ വന്നത് വാപ്പാന്റെ കൂടെയാണ്, എന്റെ കൂടെയാണ്. അതുകൊണ്ട് പകുതി മതി അവന്.
സ്വന്തത്തിന് വേണ്ടി എന്തെങ്കിലും നേടിയെടുക്കുക, അല്ലെങ്കിൽ ആദ്യം നമ്മളെ പരിഗണിക്കുക. അതല്ല, എല്ലാവരുടേതും കഴിഞ്ഞിട്ട് മതി നമ്മളുടേത്. അതാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നിലപാട്. കൃത്യമായി സാമ്പത്തിക രംഗത്ത് ഒരു സൂക്ഷ്മത ഭരണാധികാരി എന്ന നിലയിൽ പുലർത്താൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് സാധിച്ചു. അതുപോലെ തന്നെ നിയമങ്ങൾ നടപ്പിലാക്കിയത് കുടുംബത്തിൽ നിന്ന് തുടങ്ങി. പലപ്പോഴും നമ്മൾ നാട്ടിൽ ഗർജിക്കുന്നവരാണ്, വീട്ടിൽ മിണ്ടാതെ ഇരിക്കുന്നവരാണ്. നാട്ടുകാരോട് തൗഹീദ് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ പോറ്റി വളർത്തിയ ഉമ്മയോട് ഇതുവരെ തൗഹീദ് പറഞ്ഞിട്ടില്ല. ഉമ്മ തെറ്റും എന്നാണ് നമ്മുടെ പേടി. നാട്ടുകാരുടെ മുമ്പിൽ ദീന് പറഞ്ഞിട്ടുണ്ട്, ഉപ്പയോട് ഇന്നുവരെ പടച്ച റബ്ബിനെ പറ്റി സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. മാറ്റത്തിന്റെ തുടക്കം നമ്മുടെ വീട്ടിൽ നിന്നാണ്. പുതിയ നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം തന്റെ കുടുംബത്തെ വിളിക്കും, മക്കളെ വിളിക്കും, ഭാര്യമാരെ വിളിക്കും. വീട്ടിൽ ഒരുമിച്ച് കൂടി നിയമം ഇതാ, ഇന്ന നിയമം ആരംഭിച്ചിട്ടുണ്ട്, ഇന്ന നിയമം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. നിങ്ങൾ അറിയണം, ഇറച്ചി കഷ്ണത്തിലേക്ക് പരുന്തുകൾ നോക്കിയിരിക്കുന്ന രൂപത്തിൽ ജനങ്ങൾ നോക്കിയിരിക്കുന്നത് ഉമറിന്റെ കുടുംബത്തെയാണ്. ഇറച്ചി കഷ്ണത്തിലേക്ക് പരുന്തുകൾ ഒത്തിവലിക്കാൻ നോക്കുന്നത് പോലെയാണ് ഉമറിന്റെ കുടുംബത്തിലേക്ക് ജനങ്ങൾ നോക്കുന്നത്. ഉമറിന്റെ ഭാര്യയ്ക്ക് ഇസ്ലാമിക വസ്ത്രമുണ്ടോ? ഉമറിന്റെ മക്കൾക്ക് ഇസ്ലാമിക വസ്ത്രമുണ്ടോ? ദീന് പറയുന്നവരല്ലേ, ദീനിന്റെ മേഖലയിൽ നിൽക്കുന്നവരല്ലേ, നിയമം പറയുന്നവരല്ലേ ഉമറിന്റെ കുടുംബം. ഉമറിന്റെ കുടുംബത്തിൽ ദീനുണ്ടോ എന്നാണ് ജനങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും എന്റെ കുടുംബത്തിൽപ്പെട്ടവർ ദീനിൽ നിന്ന് പിറകോട്ട് വന്നാൽ ഇരട്ടി ശിക്ഷയാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു നൽകുക. ആദ്യം നമ്മുടെ കുടുംബത്തിൽ ഇസ്ലാമിക നിയമം ഉണ്ടോ എന്ന് നോക്കുക. മക്കൾക്ക് പ്രവാചകന്റെ സുന്നത്തിനോട് സ്നേഹമുണ്ടോ എന്ന് ആലോചിക്കുക. നമ്മുടെ മക്കൾക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ അറിയുമോ എന്ന് ആലോചിക്കുക. അതിനുശേഷം മാത്രം മതി സമൂഹത്തിലേക്കുള്ള അറിവ്. നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഖുർആൻ ഓതാൻ അറിയുമോ? സ്വന്തം മക്കൾക്ക് ഖുർആൻ ഓതാൻ അറിയുമോ? ദീനിന്റെ നിയമങ്ങൾ അറിയുമോ? നമ്മുടെ ഉമ്മ ബാപ്പമാർക്ക് തൗഹീദ് എത്തിയിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങട്ടെ വിപ്ലവങ്ങൾ. ഉമർ റളിയല്ലാഹു തആല അൻഹു സ്വന്തം കുടുംബത്തിനെ വിളിച്ച് താക്കീത് നൽകും. സ്വന്തം കുടുംബത്തിന് ശക്തമായ താക്കീത് നൽകും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലാണ് ഇസ്ലാമിന്റെ ഇസ്സത്ത് ഇരിക്കുന്നത്, മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാനം ഇരിക്കുന്നത്, മുസ്ലിം ഉമ്മത്തിന്റെ ആത്മരോഷം ഇരിക്കുന്നത് ഈ ചരിത്രത്തിലാണ്. അത് പഠിക്കുവാനും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.